ഹലോ ഫ്രണ്ട്സ്, യാത്രകളെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചുമുള്ള പുതിയ അറിവ് പങ്കുവയ്ക്കുന്ന ട്രാവൽ ടെക്കിന്റെ പുതിയൊരു അധ്യായത്തേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പോർട്ടബിൾ സ്പീക്കറിനെ കുറിച്ചാണ്. ബോട്ടിന്റെ സ്റ്റോൺ 210 എന്ന ഈ മോഡലാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയുള്ള സudhamritham ഡിജിറ്റൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാർ അവരുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റിൽ ഇട്ട് വളരെ നന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പം ഇതിനിപ്പം കിട്ടുന്ന ഒരു മാനുവൽ കിട്ടുന്നുണ്ട്. പിന്നെ അവർ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ കൂടി പരിചയപ്പെടുത്തുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിന് നമുക്ക് 1 year വാറന്റി തരുന്നുണ്ട് ബോട്ട്. പിന്നെ ഒരു ഓക്സ് കേബിൾ ഉണ്ട്, ഒരു USB കേബിൾ ഉണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റം നോക്കാം. ഒരു ഹെവി ലുക്കൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് ഹെവി ഒന്നും അല്ല. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു റബ്ബറിൻ്റെ ഒരു ടാഗ് ഉണ്ട്, അതുകൊണ്ട് കൊണ്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറയണേ. ഇവിടെ പോർട്ടുകളുണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു USB പോർട്ട് ഉണ്ട്, പിന്നെ മൈക്രോ SD ഇടാനുള്ള ഒരു ചെറിയൊരു പോർട്ടുണ്ട്. മേൽഭാഗത്തൊരു 4 സ്വിച്ച് ഉണ്ട്. അടിയിൽ ക്യാമറയ്ക്കൊക്കെ കാണുന്ന പോലത്തെ ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ സ്റ്റാൻഡിൽ വെക്കാൻ ഉപയോഗിക്കാനായിരിക്കാം. ഇത് 3 വാട്ടിന്റെ സ്പീക്കറാണ്. കമ്പനി പറയുന്ന ബാക്കപ്പ് സമയം 10 മണിക്കൂറാണ് ഇതിന്റെ. ഇതൊരു FM റേഡിയോ അവൈലബിൾ ആയിട്ടൊരു മോഡലാണ്. SD കാർഡ് ഇടാൻ വേണ്ടി ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇത് തുറന്നതിന് ശേഷം ഇത് നമുക്ക് SD കാർഡ് ഇടാം. ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കത്തും. ഇതിന് സ്വിച്ചുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്ലേ ചെയ്യാനും നിർത്താനും ഉള്ള ഒരു സ്വിച്ചാണ്. ഈ 2 സ്വിച്ചുകൾ വോളിയത്തിൻ്റെയാണ് കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഈ 2 സ്വിച്ചുകൾ തന്നെയാണ് ട്രാക്ക് മാറ്റാനും. അതായത് സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയത്തിനും, കുറച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാക്ക് മാറ്റാനും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ പവറിന്റെ സ്വിച്ച് ഓരോ പ്രാവശ്യം അമർത്തുമ്പോഴും ഓക്സ്, അതുപോലെ മെമ്മറി കാർഡ്, അതുപോലെ FM അങ്ങനെ ചേഞ്ച് ചെയ്യാനാണ് ഈ പവറിന്റെ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആവും, ഓൺ ആവും ചെയ്യും. ഭയങ്കര സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാണാനും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. മൊത്തത്തിൽ കൊടുക്കുന്ന കാശിന് മുതലാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ലാലേട്ടൻ്റെ പഴയൊരു ഡയലോഗ് ഇല്ലേ, പഠിക്കുന്നത് 10ാം ക്ലാസ് ആണെങ്കിലും നാവ് MAക്കാണ്. അതുപോലെ സാധാരണ ഈ കുഞ്ഞനാണെങ്കിലും ഇതിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് വരുന്നത് വേറെ ലെവൽ ഔട്ട്പുട്ടാണ്. ബേസിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ ക്ലാരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇത് വേറെ ലെവലിൽ നിൽക്കുന്ന ഐറ്റാണ്. ഇത് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് റബ്ബറിന്റെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള നിലത്ത് വീഴുന്നതിലും ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്കൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. അതായത് നമുക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ തട്ടിക്കഴിഞ്ഞാലൊന്നും ഇതിനൊരു കംപ്ലൈൻറ്റും വരില്ല. നമുക്ക് ഈസി ആയിട്ട് പുറത്ത് കൊണ്ടുപോകാം. നമ്മുടെ യാത്രകൾക്കിടയിൽ നമ്മുടെ പുറത്തു പോകുന്ന സമയത്തൊക്കെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന ഒരു മ്യൂസിക് സിസ്റ്റം, അതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് നമ്മുടെ കമ്പനി പുറത്തിറക്കിയിട്ടുള്ളത്. ബോട്ട് ഇറക്കുന്ന ഒരു എല്ലാ മോഡൽസും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ ബോട്ടിന്റെ ഒരു ഹെഡ്സെറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ഹെഡ്സെറ്റ് ആണ്. അതിന്റെ കാര്യം നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെയാണ് സ്പീക്കർ ഇരിക്കുന്ന ഭാഗം. ഇവിടെ നെറ്റിന്റെ ഒരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ്. പിന്നെ ഒരു LED ലൈറ്റ് ഉണ്ട് ഇവിടെ. ഈ ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. പവറിലാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ നമ്മൾ ബ്ലൂടൂത്ത് FM അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ആവുന്നുണ്ട് എന്ന് അറിയാനൊക്കെ നമുക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ പ്രോഡക്റ്റ് ആയാലും വാങ്ങുകയാണെങ്കിൽ വാങ്ങി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. കാരണം നമ്മളെ ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ഇനിയും കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. സൈനിങ് ഓഫ് ശ്യാംലാൽ.